ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മനുഷ്യ മൂലധന സ്വരൂപീകരണം ഇന്ത്യയിൽ അഥവാ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന 5ാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ എമർജിംഗ് എക്കണോമിക് സൂപ്പർ പവർ ആൻഡ് നോളജ് എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അതായത് ഇന്ത്യ വളരുന്ന വൻ സാമ്പത്തിക ശക്തിയും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും വേഗം വളരുന്നവയിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. ലോക സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും വേഗം വളരുന്നവയിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. 21ാം നൂറ്റാണ്ട് ഒരു ഏഷ്യൻ നൂറ്റാണ്ടായിരിക്കുമെന്നും അതിൽ ഇന്ത്യയും ചൈനയുമാണ് പ്രധാന പങ്ക് വഹിക്കുക എന്ന ഒരു അഭിപ്രായവുമുണ്ട്. അതായത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോക സമ്പദ് വ്യവസ്ഥകളിൽ 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. അതായത് ലോക സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും വേഗം വളരുന്നവയിൽ ഇന്ത്യക്കാണ് 2ാം സ്ഥാനം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 21ാം നൂറ്റാണ്ട് ഒരു ഏഷ്യൻ നൂറ്റാണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ഏഷ്യൻ രാജ്യങ്ങളുടെ നൂറ്റാണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇന്ത്യയും ചൈനയുമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ലോക സമ്പദ് വ്യവസ്ഥകളിൽ വളരെ പെട്ടെന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനം ഇന്ത്യക്കാണ് എന്നാണ് പറയുന്നത്. 21ാം നൂറ്റാണ്ട് ഒരു ഏഷ്യൻ നൂറ്റാണ്ടായിരിക്കുമെന്നും അതിൽ ഇന്ത്യയും ചൈനയുമാണ് പ്രധാന പങ്ക് വഹിക്കുക എന്നതാണ് പറയുന്നത്. 21ാം നൂറ്റാണ്ടിലെ വൻ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളരുമെന്ന പ്രവചനങ്ങൾ അടങ്ങിയുള്ള സാമ്പത്തിക റിപ്പോർട്ടുകൾ ഈയിടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 21ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഇന്ത്യ വൻ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന പ്രവചനങ്ങൾ അടങ്ങിയിട്ടുള്ള സാമ്പത്തിക റിപ്പോർട്ടുകൾ ഈയിടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ബ്രിക്സ് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: 2032 ആകുന്നതോടുകൂടി ഇന്ത്യ ചൈനയ്ക്കും അമേരിക്കയ്ക്കും പിന്നിൽ 3ാം സ്ഥാനത്ത് ഇടം പിടിക്കുമെന്ന്. 2032 കൂടിയിട്ട് ഇന്ത്യ ലോക സമ്പദ് വ്യവസ്ഥകളിൽ 3ാം സ്ഥാനത്താണ് നിൽക്കുക എന്നതാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഈ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഈ വളർച്ചയ്ക്ക് പിന്നിലുള്ള രഹസ്യം എന്താണ്? ഈ വളർച്ചയ്ക്ക് പിന്നിലുള്ള രഹസ്യം ഇന്ത്യയുടെ മനുഷ്യ മൂലധന സ്വരൂപീകരണമാണ്. ഇന്ത്യയുടെ മനുഷ്യ വിഭവമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. മനുഷ്യ മൂലധനമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആസ്തി. പരിശീലനം സിദ്ധിച്ച മാനേജ്മെന്റ് വിദഗ്ധർ, സാങ്കേതിക വിദഗ്ധർ, ശാസ്ത്രജ്ഞർ എന്നിവരടങ്ങിയിട്ടുള്ള മനുഷ്യ മൂലധന സമ്പത്തിൽ, മനുഷ്യ വിഭവ സമ്പത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. അതായത് മാനേജ്മെന്റ് വിദഗ്ധരും ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധരുടെയും എണ്ണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ലോകത്ത് തന്നെ 2ാം സ്ഥാനമാണ് എന്നാണ്. ഇംഗ്ലീഷ് പരിജ്ഞാനം ഇന്ത്യയുടെ സേവന രംഗത്തെ നേട്ടത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇന്ത്യക്ക് ഇന്ത്യ സേവന മേഖലയിൽ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് പരിജ്ഞാനമാണ്. ഇംഗ്ലീഷ് പരിജ്ഞാനം ഇന്ത്യക്ക് ഈ രംഗത്തൊരു മുതൽക്കൂട്ടാണ് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് പരിജ്ഞാനം ഇന്ത്യക്ക് ഈ രംഗത്തൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ മനുഷ്യ വിഭവ സമ്പത്തിൽ ലോക സമ്പദ് വ്യവസ്ഥകളിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് എന്നാണ്. മനുഷ്യ മൂലധന മേന്മ കൊണ്ട് ഇന്ത്യ ഇപ്പോൾ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മനുഷ്യ വിഭവ സമ്പത്തിന്, മനുഷ്യ മൂലധന മേന്മ കൊണ്ട് ഇന്ത്യ ഇപ്പോൾ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 1991 ശേഷം ഇൻഫർമേഷൻ ടെക്നോളജിയിലും IT ആധാരമാക്കിയിട്ടുള്ള സേവന രംഗത്തും ഇന്ത്യയുടെ വളർച്ചയ്ക്കുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം മനുഷ്യ മൂലധന മേന്മയാണ് എന്നാണ് പറയുന്നത്. അതായത് 1991 ശേഷം ഇൻഫർമേഷൻ ടെക്നോളജിയിലും IT ആധാരമായിട്ടുള്ള സേവന രംഗത്തും ഇന്ത്യയുടെ നേട്ടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യ മൂലധനമാണ് എന്നാണ് പറയുന്നത്. അതായത് സേവന രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, സേവന മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അറിവാണ്, വിജ്ഞാനമാണ്. വിജ്ഞാന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഉൽപാദനമാണ്. അറിവാണ് സേവന രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ മേഖലയിൽ ഇന്ത്യ ഇപ്പോൾ വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സേവന മേഖലയിൽ ഇന്ത്യ ഇപ്പോൾ വളരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചെലവാണെങ്കിൽ താരതമ്യേന കുറവുമാണ്. മനുഷ്യ മൂലധന മേന്മ കൊണ്ട് ഇന്ത്യ ഇപ്പോൾ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. 1991 ശേഷം ഇൻഫർമേഷൻ ടെക്നോളജിയിലും IT ആധാരമായിട്ടുള്ള എല്ലാ മേഖലകളിലും
ഇന്ത്യയുടെ വളർച്ചയ്ക്കുണ്ടായ പ്രധാനപ്പെട്ട കാരണം മനുഷ്യ മൂലധനമാണ് എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യ ഇപ്പോൾ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. 1991 ശേഷം ഇൻഫർമേഷൻ ടെക്നോളജിയിലും IT ആധാരമാക്കിയിട്ടുള്ള എല്ലാ മേഖലകളിലും ഇന്ത്യയുടെ വളർച്ചയ്ക്കുണ്ടായ പ്രധാനപ്പെട്ട കാരണം മനുഷ്യ മൂലധന മേൽക്കോയ്മയാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മേഖലയിലെ നിയന്ത്രണ സ്ഥാപനങ്ങളെ കുറിച്ചാണ്. വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും മന്ത്രി കാര്യാലയങ്ങളുണ്ട്. വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കാനായിട്ട് കേന്ദ്ര തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും മന്ത്രി കാര്യാലയങ്ങളുണ്ട്. ഇതിന് പുറമെ ചില നിയന്ത്രണ സംഘടനകളുണ്ട്. വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ചില നിയന്ത്രണ സംഘടനകളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ഫസ്റ്റ് വൺ NCERT, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് NCERT, വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള ദേശീയ സമിതി. സെക്കൻഡ് വൺ UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അതായത് ഉന്നതതല വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നത് UGC ആണ്. UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആണ്. ഇനി തേർഡ് വൺ AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായുള്ള അഖിലേന്ത്യാ കൗൺസിൽ, സാങ്കേതിക വിദ്യാഭ്യാസത്തിനായിട്ടുള്ള അഖിലേന്ത്യാ കൗൺസിൽ. അപ്പൊ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്ന നിയന്ത്രണ സ്ഥാപനങ്ങളാണ്, നിയന്ത്രണ സംഘടനകളാണ് ഫസ്റ്റ് വൺ NCERT, സെക്കൻഡ് വൺ UGC, AICTE, തേർഡ് വൺ AICTE. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രണ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രണ സംഘടനകളാണ് ICMR, നഴ്സിംഗ് കൗൺസിൽ, ഫാർമസി കൗൺസിൽ. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രണ സ്ഥാപനങ്ങളാണ് ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ, മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ. രണ്ടാമതായിട്ട് നഴ്സിംഗ് കൗൺസിൽ, മൂന്നാമതായിട്ട് ഫാർമസി കൗൺസിൽ. ഇത്രയുമാണ് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും പ്രവർത്തിക്കുന്ന നിയന്ത്രണ സ്ഥാപനങ്ങൾ. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പ്രവർത്തിക്കുന്ന നിയന്ത്രണ സ്ഥാപനങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്നതിനെ കുറിച്ചിട്ടാണ്. വിദ്യാഭ്യാസം മൗലിക അവകാശം. 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമാകുന്ന വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്ന നിയമം 2009 ഡിസംബറിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി. അതായത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് തീരുമാനിച്ചു. അതായത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്ന നിയമം 2009 ഡിസംബറിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ടും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്നാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ പോരായ്മകളെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു മനുഷ്യ വിഭവ സമ്പത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. ഇത് വിദ്യാഭ്യാസ മേഖലയിലെ ഇന്ത്യയുടെ നേട്ടം തന്നെയാണ്. പക്ഷെ ഇന്ത്യ വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നാണ്. ഈ വെല്ലുവിളികൾ തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിലെ പോരായ്മകളും. നമുക്കൊന്ന് നോക്കാം. ഇന്ത്യ still has a large number of illiterates. ഇന്ത്യയിൽ ഇപ്പോഴും ധാരാളം നിരക്ഷരരുണ്ട്. ഇന്ത്യയുടെ സാക്ഷരത 68% എന്നാണ് പറയുന്നത്. 68% എന്ന് പറഞ്ഞാൽ 32% പേരും നിരക്ഷരരാണ് എന്നതാണ് അർത്ഥം. ഇന്ത്യയിൽ ഇപ്പോഴും ധാരാളം നിരക്ഷരരുണ്ട്. അതായത് 32% പേരും നിരക്ഷരരാണ് എന്നാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ മാറണം എന്നാണ് പറയുന്നത്. അപ്പോൾ ധാരാളം നിരക്ഷരരുള്ള ഒരു രാജ്യമാണ് ഇപ്പോഴും ഇന്ത്യ എന്നാണ് പറയുന്നത്. ഈ അവസ്ഥ മാറേണ്ടതായിരിക്കുന്നു. അടുത്തതായിട്ട് ജെൻഡർ ഡിസ്പാരിറ്റീസ് ആർ ക്ലിയർ. വിദ്യാഭ്യാസ മേഖലയിൽ ലിംഗ അസമത്വം കൂടുതലാണ് എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ സ്ത്രീകളും പുരുഷന്മാരും എന്നുള്ള വിവേചനം കൂടുതലാണ് എന്ന്
പുരുഷന്മാരെക്കാളും എന്നാണ് പറയുന്നത്. പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നുണ്ട്. ഈ അവസ്ഥ മാറണം. അടുത്തതായിട്ട് ലോ പാർട്ടിസിപ്പേഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അതായത് ഇന്ത്യയിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കിയവരിൽ കുറച്ചുപേർ മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് മുതിരുന്നുള്ളൂ, ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്നുള്ളൂ. ഈ അവസ്ഥ മാറണം എന്നാണ്. അപ്പൊ ഇത്രയുമാണ് വിദ്യാഭ്യാസ മേഖലയിലെ പോരായ്മകൾ. അതിന് ഫസ്റ്റ് വൺ, ഇന്ത്യ സ്റ്റിൽ ഹാസ് എ ലാർജ് നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ്സ്. ഇന്ത്യയിൽ ഇപ്പോഴും ധാരാളം നിരക്ഷരരുണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമതായത് ജെൻഡർ ഡിസ്പാരിറ്റീസ് ആർ പ്ലെയർ. വിദ്യാഭ്യാസ മേഖലയിൽ ലിംഗ അസമത്വം കൂടുതലാണ്. മൂന്നാമതായിട്ട് ലോ പാർട്ടിസിപ്പേഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഉന്നത വിദ്യാഭ്യാസത്തിൽ കുറഞ്ഞ പങ്കാളിത്തം, കുറച്ചു പേർ മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പോരായ്മകൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.